എല്ലാ കൊച്ചുകൂട്ടുകാർക്കും കെ ഫയർ LSS ലിറ്റിൽ സ്റ്റാർസിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ പാഠത്തിൽ നാം റോമൻ സംഖ്യകളെപ്പറ്റി പഠിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ റോമൻ സംഖ്യാ സമ്പ്രദായത്തെപ്പറ്റി കൂടുതൽ പരിചയപ്പെടാം. സ്ഥാനവില ഇല്ലാത്തതും പൂജ്യം ഇല്ലാത്തതുമായ സംഖ്യാ സമ്പ്രദായമാണ് റോമൻ സംഖ്യാ സമ്പ്രദായം. മാത്രമല്ല, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ 7 ലെറ്റേഴ്സാണ് പ്രധാനമായും റോമൻ സംഖ്യകളായി നാം കണ്ടുവന്നിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. I, V, X, L, C, D, M അല്ലേ? ഈ കാര്യങ്ങൾ അത്രയും മക്കൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതിൽ I എന്ന് വെച്ചാൽ 1, V 5, X 10. ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടതുണ്ട്. L 50, C 100, D 500, M 1000. നമ്മൾ നോക്കാം. അതായത് 1, 5, 10 ഇവ നമുക്ക് വളരെ പരിചിതമാണ്. അതായത് I, V, X. എന്നാൽ തുടർന്ന് അങ്ങോട്ട് വരുന്ന L, C, D, M ഇവ പലപ്പോഴും മക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അതായത് ഇതിലേതാണ് 100, ഏതാണ് 50, ഏതാണ് 1000, ഏതാണ് 500 അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഇംഗ്ലീഷിലെ ചെറിയൊരു സെൻറ്റൻസ് ഹൃദിസ്ഥമാക്കാം. എന്താണ് ആ ചെറിയ സെൻറ്റൻസ്? ലിറ്റിൽ കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക്. നോക്കൂ മക്കളത് ഒന്നുകൂടെ വായിച്ചു നോക്കൂ. ലിറ്റിൽ കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക് അല്ലേ? L, C, D, M. അപ്പോൾ 50, 100, 500, 1000 ഈ ചെറിയ സെൻറ്റൻസ് പഠിച്ചാൽ നമുക്കൊരിക്കലും നേരത്തെ പറഞ്ഞ കൺഫ്യൂഷൻ വരില്ല. അതായത് 1, 5, 10 നാം നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 50, 100, 500, 1000 ഇതോടെ നാം റോമൻ സംഖ്യകളെക്കുറിച്ചുള്ള പൊതുവായ ഒരു ധാരണ നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് റോമൻ സംഖ്യകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പഠിച്ചു വെക്കാം. എന്താണ് ആ പ്രത്യേകതകൾ? ഇവിടെ നോക്കൂ. 1, 2, 3, 4 എന്താണ് മാറ്റം വന്നത്? I, 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 V അല്ലേ? അപ്പോൾ 4 എന്നതിന് 4 I ചേർത്തില്ലല്ലോ. പകരം എന്താണ് എഴുതിയിരിക്കുന്നത്? V I അല്ലേ? അതായത് റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ ഒരു ലെറ്റർ 3-ൽ കൂടുതൽ തവണ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ മക്കൾ നോക്കൂ. V 5, V I 6, V I I 7, V I I I 8. 9 എങ്ങനെയാണ് എഴുതിയതെന്ന് മക്കൾ കണ്ടല്ലോ. I X അതായത് V I I I I എന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ ഒരു സംഖ്യ എഴുതുമ്പോൾ ലെറ്റേഴ്സ് 3-ൽ കൂടുതൽ തവണ ഉപയോഗിക്കുന്നില്ല. ഈ കാര്യം മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം V, L, D ഇവ ഒരിക്കലും ആവർത്തിക്കുന്നില്ല. അതായത് V, L, D ഈ ലെറ്റേഴ്സ് ആവർത്തിച്ചെഴുതാൻ പാടുള്ളതല്ല. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഒരു വലിയ മൂല്യമുള്ള ലെറ്റേഴ്സിൻ്റെ വലതുഭാഗത്ത് ചെറിയ മൂല്യമുള്ള ഒരു ലെറ്റർ എഴുതുമ്പോൾ അത്രയും സംഖ്യ കൂട്ടി പറയേണ്ടതുണ്ട്. ഇവിടെ നോക്കൂ,
6. എങ്ങനെയാണ് 6 റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ എഴുതുന്നത്? അതെ, VI 5 + 1 6 അല്ലേ? ഇനി നാം 15 എന്ന് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. XV. X എന്ന് വെച്ചാൽ 10 അല്ലേ? V എന്ന് വെച്ചാലോ 5. 10 + 5 = 15. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെ റോമൻ സംഖ്യകൾ എഴുതുമ്പോൾ ഒരു വലിയ മൂല്യമുള്ള ലെറ്റർ, ഇപ്പോൾ X എന്ന് വെച്ചാൽ 10 എന്നാണ്, അതിൻ്റെ വലതുഭാഗത്തായിട്ട് 10നേക്കാൾ മൂല്യം കുറവായ I, അതായത് 1, അല്ലെങ്കിൽ V 5, ഇങ്ങനെ എഴുതുമ്പോൾ അത്രയും സംഖ്യ കൂട്ടി പറയേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ ഒരു വലിയ മൂല്യമുള്ള ലെറ്റേഴ്സിൻ്റെ മുമ്പിലായി, അതായത് ഇടതുവശത്തായി ചെറിയ മൂല്യമുള്ള ഒരു ലെറ്റർ എഴുതുമ്പോൾ അത്രയും സംഖ്യ കുറയ്ക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കൂ, IX. ഇവിടെ ഏതാണ് വലിയ മൂല്യം? I ആണോ X ആണോ? നമുക്കറിയാം ഐയുടെ മൂല്യം 1 ആണ്, Xൻ്റെതോ 10 ആണ്. അപ്പോൾ 10ൻ്റെ ഇടതുഭാഗത്താണ് I എഴുതിയത്, 1 എഴുതിയത്. അപ്പോൾ 10 - 1 = 9. ഇനി നമുക്ക് ചില സംഖ്യകളെ റോമൻ സംഖ്യയിലേക്ക് മാറ്റി എഴുതി നോക്കാം. മക്കൾ ഒന്ന് ശ്രമിച്ചു നോക്കുമല്ലോ. ശരി, ഞാൻ സംഖ്യകൾ പറയാം. 16. 16 എന്നത് മക്കൾ എഴുതി നോക്കൂ. ഓക്കെ, ബോർഡിൽ നോക്കൂ, XVI. ഇത് തന്നെയാണല്ലോ മക്കൾക്ക് കിട്ടിയത്. ഇനി മറ്റൊരു സംഖ്യ ഞാൻ പറയാം. 40. 40 എന്ന സംഖ്യ റോമൻ സംഖ്യയിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഓക്കെ, മക്കൾ എഴുതിയല്ലോ. ചിലർ 4X എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലേ? പക്ഷേ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ലെറ്റർ 3-ൽ കൂടുതൽ തവണ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ 4X എന്ന് എഴുതിയത് തെറ്റാണ്. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 50 L എന്ന ലെറ്ററിൻ്റെ തൊട്ടു മുന്നിലായി, അതായത് ഇടതുവശത്തായി നാം X ചേർക്കുന്നു. L 50, X 10. ഒരു വലിയ മൂല്യമുള്ള ലെറ്ററിൻ്റെ മുമ്പിലായി ചെറിയ മൂല്യമുള്ള ലെറ്റർ ചേർക്കുമ്പോൾ അത്രയും കുറയ്ക്കണം അല്ലേ? അപ്പോൾ L 50, X 10. 50 - 10 = 40. അതായത് 40 എന്ന് എഴുതാൻ XL എന്ന് എഴുതിയാൽ മതി. ഇങ്ങനെ മക്കൾ നോട്ട്ബുക്കിൽ അന്യോന്യം വീട്ടിൽ നിന്ന് ചർച്ച ചെയ്ത് കുറേ സംഖ്യകളെ റോമൻ സംഖ്യകളിലേക്ക് മാറ്റി എഴുതണം. അത് പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇനി നമുക്ക് ചില റോമൻ സംഖ്യകളെ നമ്മുടെ സംഖ്യയിലേക്ക് മാറ്റി നോക്കാം. ഓക്കെ, ബോർഡിലേക്ക് നോക്കൂ. X I. നമുക്കറിയാം 3X വരുമ്പോൾ 30, 3I വരുമ്പോൾ 3, 30 + 3 33. ഇനി LV എത്രയാണ്? L എന്ന് വെച്ചാൽ 50, V എന്ന് വെച്ചാൽ 5. 50 + 5 = 55. ഓക്കെ, മൂന്നാമതൊരു സംഖ്യ നമുക്ക് നോക്കാം. നോക്കൂ, MXI V അല്ലേ? നാം പഠിച്ചിട്ടുണ്ട് M എന്ന് വെച്ചാൽ 1000, 2M അപ്പോൾ 2000. 2X, X എന്ന് വെച്ചാൽ 10, 2X എന്നാവുമ്പോൾ 20. IV എന്ന് വെച്ചാൽ 4 അല്ലേ? അപ്പോൾ ആകെ
2000 പ്ലസ് 20 പ്ലസ് 4 2024 ആണല്ലോ. ഇതുപോലെ നമ്മൾ ചില റോമൻ സംഖ്യകൾ സാധാരണ സംഖ്യയിലേക്ക് മാറ്റി എഴുതി ശീലിക്കേണ്ടതുണ്ട്. അപ്പോൾ നാം റോമൻ സംഖ്യകളെ സാധാരണ സംഖ്യയിലേക്ക് എഴുതുന്നതും സാധാരണ സംഖ്യകളെ റോമൻ സംഖ്യകളിലേക്ക് മാറ്റി എഴുതുന്നതും പഠിച്ചു കഴിഞ്ഞു. ഇനി നാം പഠിക്കാൻ പോകുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ഇവിടെ നോക്കൂ, 100 പ്ലസ് 50 അല്ലേ? എത്രയാണ് 100 പ്ലസ് 50? 150. ചില സമയങ്ങളിൽ LSS പരീക്ഷയ്ക്ക് ഈ രീതിയിലുള്ള ചോദ്യവും ചോദിക്കാറുണ്ട്. അതായത് 100 പ്ലസ് 50 എന്നതിന് സമാനമായ റോമൻ സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. അതിൽ നമുക്കറിയാം 100 പ്ലസ് 50 150. 150 എങ്ങനെയാണ് റോമൻ സംഖ്യയിൽ എഴുതുന്നത്? 100-ന് C, 50-ന് L. അപ്പോൾ 150 CL. ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി നാം ക്രിയകൾ ചെയ്ത് ഉത്തരം കണ്ടെത്തേണ്ട രീതിയിലുള്ള ചോദ്യങ്ങളും 1 മാർക്കിനായിട്ട് LSS പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ കൂട്ടുന്നതിന് പകരം കുറയ്ക്കുന്ന കണക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും മക്കൾ വിഷമിക്കേണ്ടതില്ല. ക്രിയകൾ ചെയ്ത് ഉത്തരം കിട്ടി അതിന് തുല്യമായ റോമൻ സംഖ്യകൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് ആൻസർ എഴുതിയാൽ മതി. അപ്പോൾ നാം ഇന്ന് റോമൻ സംഖ്യകളെക്കുറിച്ച് കുറച്ചു കാര്യങ്ങൾ പഠിച്ചല്ലോ. ഏതൊക്കെ ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ് റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്നത്? റോമൻ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? റോമൻ സംഖ്യകളെ എങ്ങനെ സാധാരണ സംഖ്യകളിലേക്ക് മാറ്റി എഴുതാം? സാധാരണ സംഖ്യയെ എങ്ങനെ റോമൻ സംഖ്യയിലേക്ക് മാറ്റി എഴുതാം? ഇത്യാദി കാര്യങ്ങളൊക്കെ നാം പഠിച്ചു കഴിഞ്ഞു. മക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ റോമൻ സംഖ്യാ സമ്പ്രദായത്തിലെ ഏത് ചോദ്യം ചോദിച്ചാലും വളരെ ഈസിയായി ഉത്തരമെഴുതാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ മതി. വീണ്ടും കാണാം.